കൂട്ടുകാരെ, ഇന്ന് ലാല പറയാൻ പോകുന്നതേ ഒരു പ്രാവിന്റെയും ഒരു കുഞ്ഞു ഉറുമ്പിന്റെയും കഥയാണ്. കൂട്ടുകാർ പ്രാവിനെ കണ്ടിട്ടുണ്ടോ? ഈ പ്രാവിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? പീജിയൻ ആണോ? ആ, പീജിയൻ അല്ലേ? അപ്പോൾ ഉറുമ്പിനെയോ? ആന്റ്. ഈ ആന്റിന്റെ സ്പെല്ലിംഗ് എന്താ? ANT അല്ലേ? ഈ കഥ നടക്കുന്നത് എവിടെയാന്ന് കൂട്ടുകാർക്കറിയുമോ? ഈ കഥയില്ലേ, അതൊരു കാട്ടിലാ നടക്കുന്നത്. കൂട്ടുകാരൊന്ന് കണ്ണടച്ചേ. കൂട്ടുകാർക്ക് കാട് കാണാൻ പറ്റുന്നുണ്ടോ? ലാല കഥ തുടങ്ങട്ടെ. ഈ വേനൽക്കാലത്തിന്റെ പ്രത്യേകത എന്താ കൂട്ടുകാരെ? നല്ല വെയിലും ചൂടും പോരാത്തതിന് കൂട്ടുകാർക്ക് അവധിയും കൂടെയാ അല്ലേ? വെക്കേഷൻ സമയല്ലേ? വേനൽക്കാലത്തെ നല്ല ചൂടുള്ള ഒരു ദിവസം ഉറുമ്പ് ദാഹിച്ച് വലങ്ങി നടക്കുകയാണ് വെള്ളമന്വേഷിച്ച്. അങ്ങനെ അവനൊരു പുഴയുടെ തീരത്തെത്തി. അവന് വലിയ ആശ്വാസമായി. ഉറുമ്പ് വേഗം പുഴയുടെ അരികിലുള്ള ഒരു ചെറിയ കല്ലിൽ കയറി വെള്ളം കുടിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചെന്നോ? അവൻ വെള്ളം കുടിക്കുന്നതിനിടെ കാൽ വഴുതി പുഴയിലേക്ക് വീണു. പാവം ഉറുമ്പ്, അവന് നീന്തൽ വശമില്ലായിരുന്നു. അവൻ വെള്ളത്തിൽ കൈകാലിട്ടടിച്ച് നിലവിളിച്ചു. ഉറുമ്പ് വെള്ളത്തിൽ കൈകാലിട്ടടിച്ചാൽ എന്തായിരിക്കും കൂട്ടുകാരെ വിളിക്കുക? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ അല്ലേ? പക്ഷെ ആര് കേൾക്കാൻ? പുഴയ്ക്ക് നല്ല ഒഴുക്കുണ്ടായിരുന്നു. അവൻ ഒഴുകി ഒഴുകി പൊക്കൊണ്ടേയിരുന്നു. പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു പ്രാവിരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒഴുക്കിൽപ്പെട്ട് നമ്മുടെ ഉറുമ്പിനെ കണ്ടു. അവൾക്ക് അപകടം മനസ്സിലായി. പ്രാവ് ഉടനെ എന്തു ചെയ്തെന്നോ? വേഗം മരത്തിന്റെ ഒരു ഇല പറിച്ചെടുത്ത് ഉറുമ്പിന് ഇട്ടുകൊടുത്തു. ഉറുമ്പ് അതിൽ പിടിച്ച് കയറി രക്ഷപ്പെട്ടു. അവൻ പ്രാവിനോട് ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞ് യാത്രയായി. കൂട്ടുകാർക്ക് ലാല പറഞ്ഞ ഈ കഥ ഇഷ്ടായോ? ഈ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഉറുമ്പിനെ പ്രാവ് സഹായിച്ചില്ലേ? അതുപോലെ പ്രാവിനെ ഉറുമ്പും സഹായിച്ചു. എങ്ങനെയെന്നോ ലാല പറഞ്ഞു തരട്ടെ. ഒരു ദിവസം നമ്മുടെ ഈ കാട്ടിൽ ഒരു വേടൻ എത്തി. ആരാ കൂട്ടുകാരെ ഈ വേടൻ? പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി പിടിക്കുന്ന ആളെയാണ് വേടൻ എന്ന് പറയുക. വേടന്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടാകും. വേടന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? കൂട്ടുകാർക്കറിയോ? ലാല പറയട്ടെ. ഹണ്ടർ. എന്താ? ഹണ്ടർ. അങ്ങനെ നമ്മുടെ വേടൻ അമ്പെയ്യാൻ പറ്റിയ ജീവികളെ തേടി നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ മരത്തിന്റെ മുകളിലിരുന്ന് വിശ്രമിക്കുന്ന നമ്മുടെ പ്രാവിനെ കണ്ടു. അവൻ പതിയെ പ്രാവിനെ അമ്പെയ്യാൻ ഉന്നം പിടിച്ചു. പാവം നമ്മുടെ പ്രാവ്. അവൾ വേടൻ പുറകിലുള്ള കാര്യമൊന്നും അറിയാതെ വിശ്രമിക്കുകയായിരുന്നു. വേടൻ പ്രാവിനെ അമ്പെയ്യാൻ ഉന്നം വെച്ചിരിക്കുന്നത് പ്രാവന്ന് രക്ഷിച്ച ഉറുമ്പില്ലേ, അവൻ കണ്ടു. അവൻ ചിന്തിച്ചു, ഹേ, വേടൻ അമ്പെയ്യാൻ പോകുന്നത് എന്റെ കൂട്ടുകാരിയാണല്ലോ. അവളെ ഏതു വിധത്തിലും രക്ഷിക്കണം. ഉറുമ്പ് നമ്മുടെ പ്രാവിനെ ഉറക്കെ വിളിച്ചു. പക്ഷെ എവിടെ കേൾക്കാൻ? ഉറുമ്പിന്റെ ശബ്ദം തീരെ ചെറുതല്ലേ. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. എന്തായിരിക്കും? കൂട്ടുകാരൊന്ന് പറഞ്ഞേ, ഉറുമ്പിന് എന്തു ബുദ്ധിയായിരിക്കും തോന്നിയിട്ടുണ്ടാകുക? ഹാ, അത് തന്നെ. അവൻ വേഗം ചെന്ന് വേടന്റെ കാലിൽ ഒറ്റക്കടി. വേദന എടുത്ത വേടന്റെ ഉന്നം തെറ്റി. വേടൻ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഉറുമ്പിനെ തട്ടിക്കളയാൻ ശ്രമിച്ചു. പ്രാവ് വേടന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതെന്താ? ഉറുമ്പിന്റെ കടിയേറ്റ് വേദന എടുത്ത് നിൽക്കുന്ന വേടനെ. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെട്ടു.
കുറച്ചു കഴിഞ്ഞ് പ്രാവ് പറന്നു വന്ന് ഉറുമ്പിൻ്റെ അടുത്തെത്തി. എന്നിട്ട് എന്താ പറഞ്ഞേ കൂട്ടുകാരെ? അവൾ ഉറുമ്പിനോട് തൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. എന്തു പറഞ്ഞു? തൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. ആപത്തിൽ നിന്ന് പരസ്പരം രക്ഷിച്ച കൂട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ ആകണം കൂട്ടുകാർ. ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ലാലയ്ക്കൊന്ന് പറഞ്ഞു തന്നേ. നമ്മൾ നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? നമ്മൾ നല്ലത് ചെയ്താൽ നമ്മൾക്കും നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. കൂട്ടുകാർക്ക് ഇന്ന് ലാല പറഞ്ഞ ആദ്യത്തെ കഥ ഇഷ്ടായോ? ഇഷ്ടായില്ലേ? നല്ല കഥയല്ലേ? ഇന്ന് നമ്മൾ എന്തൊക്കെ പുതിയ വാക്കുകളാണ് പഠിച്ചേ? നമ്മൾ പ്രാവിനെ എന്താ ഇംഗ്ലീഷിൽ പറയുക? പീജിയൻ. അപ്പോൾ ഉറുമ്പിനെയോ? ആൻറ്റ്. ആൻറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? ANT. നമ്മുടെ വേടനെ നമ്മൾ എന്താ വിളിക്കുക? ഹണ്ടർ. എന്താ? ഹണ്ടർ. പ്രാവ് ഇട്ടുകൊടുത്ത ഇലയിൽ കയറി തോണിയാത്ര ചെയ്യുന്ന ഉറുമ്പിനെ കൂട്ടുകാർ മനസ്സിൽ കണ്ടില്ലേ? അതൊന്ന് ലാലയ്ക്ക് വരച്ചു തരുമോ? വരച്ചിട്ട് ലാലയുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കും അയച്ചു തരുമോ? ഇനി അടുത്ത കഥ കേട്ടാലോ? അടുത്ത കഥ ലാല പറയുമ്പോൾ നേരത്തെ കൂട്ടുകാർ കണ്ണടച്ചിരുന്ന് കേട്ടില്ലേ? അതുപോലെ തന്നെ കേൾക്കണം. എന്താ ചെയ്യേണ്ടത്? കൂട്ടുകാര് ലാല കഥ പറയുമ്പോൾ കണ്ണടച്ചിരുന്ന് കേൾക്കണം. കണ്ണടച്ചില്ലേ? അതാരുടെ ശബ്ദമാ കൂട്ടുകാരെ? ആ കേട്ടത് ഒരു പട്ടിക്കുട്ടന്റെ ശബ്ദമല്ലേ? പട്ടിക്കുട്ടനെ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക? കൂട്ടുകാര് ലാലയ്ക്കൊന്ന് പറഞ്ഞു തന്നേ. ഡോഗ് അല്ലേ? ഡോഗിന്റെ സ്പെല്ലിംഗ് എന്താ? DOG. DOG, ഡോഗ്. അപ്പോൾ നമ്മൾ പട്ടിക്കുട്ടനെ എന്താ ഇംഗ്ലീഷിൽ പറയുക? ഡോഗ്. ലാല ഇന്ന് പറയാൻ പോകുന്ന ഈ കഥയുണ്ടല്ലോ, അത് രണ്ട് കൂട്ടുകാരുടെ കഥയാണ്. ഒരാൾ ആരെന്ന് കൂട്ടുകാർക്ക് ഇപ്പോൾ അറിയാം. നമ്മുടെ പട്ടിക്കുട്ടൻ അല്ലേ? പിന്നെ ആ മറ്റൊരാൾ ആരാ കൂട്ടുകാരെ? കൊറ്റി. ആ, ചില കൂട്ടുകാർ ഇതിനെ കൊക്ക് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ഈ പാടവരമ്പത്തൊക്കെ ഒറ്റക്കാലിൽ നിൽക്കുന്ന കൊറ്റിയെ കണ്ടിട്ടില്ലേ? നീണ്ട കൊക്കുള്ളൊരു കൊറ്റി. അവൻ തന്നെ. കൊക്കിന്റെ നിറം എന്തെന്നറിയോ? വെള്ള, വൈറ്റ്. ഇംഗ്ലീഷിൽ നമ്മൾ കൊറ്റിയെ ക്രെയിൻ എന്നാണ് വിളിക്കുക. എന്താ? ക്രെയിൻ. ക്രെയിനിന്റെ സ്പെല്ലിംഗ് ലാല പറഞ്ഞു തരട്ടെ. CRANE. കൂട്ടുകാരൊന്ന് പറഞ്ഞേ. CRANE. ക്രെയിൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ കൂട്ടുകാരുടെ കഥയുടെ പേരാണ് പട്ടിയുടെ വിരുന്ന്. കൂട്ടുകാരൊന്ന് പറഞ്ഞേ. പട്ടിയുടെ വിരുന്ന്. എന്നാൽ നമുക്ക് കഥ കേൾക്കാം. ഒരിടത്തൊരിടത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ആരായിരുന്നു ആ കൂട്ടുകാർ? പറഞ്ഞേ. പട്ടിക്കുട്ടനും കൊറ്റിയും അല്ലേ? ഒരു ദിവസം നമ്മുടെ പട്ടിക്കുട്ടൻ കൊറ്റിയെ വിരുന്നിന് വിളിച്ചു. വിരുന്നിന് കൊറ്റിക്ക് കൊടുക്കാൻ അവൻ എന്താ ഉണ്ടാക്കിയതെന്നറിയുമോ? പാൽപ്പായസം. നല്ല മധുരമുള്ള പാൽപ്പായസം. നിങ്ങൾ പാൽപ്പായസം കുടിച്ചിട്ടുണ്ടോ? ഇഷ്ടാണോ? കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ഈ വിരുന്നുകാരെന്ന് പറഞ്ഞാൽ ആരാ? ഗസ്റ്റ് അല്ലേ? ഗസ്റ്റിനെ നമ്മൾ അതിഥി എന്നും പറയും. അപ്പോ ഈ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ആതിഥേയൻ. ആരാ? ആതിഥേയൻ. കൂട്ടുകാരൊന്ന് പറഞ്ഞേ. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ
വിരുന്നുകാരുടെ സൗകര്യത്തിനല്ലേ ഭക്ഷണം വിളമ്പുക? ചെറിയ കുട്ടികൾക്ക് ചെറിയ പാത്രവും വലിയവർക്ക് വലിയ പാത്രത്തിലുമല്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കുക? എന്നാൽ ഈ പട്ടിക്കുട്ടനുണ്ടല്ലോ, ഒരു പരന്ന പാത്രത്തിലാണ് കുട്ടിക്ക് പായസം വിളമ്പിയത്. പാവം കുറ്റി, അല്ലേ കൂട്ടുകാരെ? നീളൻ കൊക്കുള്ള അവൻ എങ്ങനെ പരന്ന പാത്രത്തിൽ നിന്ന് പായസം കുടിക്കും? കുറ്റിക്ക് ഒത്തിരി വിഷമമായി. എത്ര ശ്രമിച്ചിട്ടും അവന് പരന്ന പാത്രത്തിൽ നിന്ന് പായസം കുടിക്കാൻ കഴിഞ്ഞില്ല. അവൻ വിഷമത്തോടെ മടങ്ങിപ്പോയി. പട്ടിക്കുട്ടൻ തന്നെ ഇങ്ങനെ പറ്റിച്ചതിന് പകരം വീട്ടണമെന്ന് കൊക്ക് തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ നല്ല മധുരമുള്ള പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അവൻ പട്ടിക്കുട്ടനെ വിരുന്നിന് ക്ഷണിച്ചു. പട്ടിക്കുട്ടനാണെങ്കിലോ നല്ല മധുരമുള്ള പാൽപ്പായസമല്ലേ, സന്തോഷത്തോടെ വിരുന്നിന് എത്തിച്ചേർന്നു. നമ്മുടെ കൊറ്റി പട്ടിക്കുട്ടന് എന്തിലാണെന്നോ പായസം വിളമ്പിയത്? കൂട്ടുകാർക്കറിയുമോ? ഒരു കുപ്പിയിൽ. ഹാ, അതെ, ഒരു നീളമുള്ള കുപ്പിയിൽ. പട്ടിക്കുട്ടൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു തുള്ളി പായസം പോലും കുടിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഇളിഭ്യനായി. എങ്കിലും നാണക്കേടും കൊതിയും പുറത്തു കാട്ടാതെ പട്ടിക്കുട്ടൻ യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. പട്ടിക്കുട്ടൻ പോയി കഴിഞ്ഞപ്പോ കൊറ്റി കുപ്പിയിൽ കൊക്ക് കടത്തി പായസം മുഴുവനും കുടിച്ചു തീർത്തു. ഈ കഥയിൽ നിന്നും ലാലക്കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിലാണ് നാം അവരോട് പെരുമാറേണ്ടത്, അല്ലേ? കൂട്ടുകാരെ, ലാല പറഞ്ഞ ഈ 2 കഥകളും ഇഷ്ടമായോ? എങ്കിലേ നാളെ തന്നെ മറക്കാതെ വീട്ടിലുള്ള എല്ലാവർക്കും ലാല പറഞ്ഞ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുമോ? മറക്കാതെ പറഞ്ഞു കൊടുക്കണേ. എല്ലാവർക്കും ലാലയുടെ സുഖനിദ്ര. ബൈ ബൈ ബട്ടർഫ്ലൈസ്.